ഹായ്, മൺസൂൺ മീഡിയയുടെ സിനിമാ റിവ്യൂയിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രകാശ് സിറ്റിയും മഹേഷ് ഭാവനയും ആർട്ടിസ്റ്റ് ബേബിയുമൊക്കെ മലയാളികളുടെ മനസ്സിലിടന്നു നേടിയിട്ട് വർഷമൊന്നു കഴിഞ്ഞു. മഹേഷിന്റെ പ്രതികാരത്തിന് ശേഷം ദിലീഷ് പോത്തന്റെ സംവിധാനത്തിൽ ഫഹദ് ഫാസിൽ വീണ്ടും നായകനാവുന്ന പുതിയ ചിത്രമാണ് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും. സുരാജ് വെഞ്ഞാറമൂട്, അലൻസിയർ, ശ്രീകാന്ത് മുരളി തുടങ്ങിയവർ മറ്റു പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചപ്പോൾ നായികാസ്ഥാനത്ത് പുതുമുഖം നിമിഷയാണ്. സജീവ് പാഴൂർ കഥയും തിരക്കഥയും എഴുതിയ ചിത്രത്തിന്റെ സംഗീതം ബിജിപാൽ, ഛായാഗ്രഹണം രാജീവ് രവി, എഡിറ്റിംഗ് കിരൺ ദാസ് എന്നിവരാണ് കൈകാര്യം ചെയ്തത്. പോത്തേറ്റൻസ് ബ്രില്യൻസ് ആവർത്തിക്കും എന്ന പ്രതീക്ഷയിൽ മലയാളികൾ ഈ വർഷം ഏറ്റവും കൂടുതൽ കാത്തിരുന്ന സിനിമ കൂടിയാണ് തൊണ്ടി മുതലും ദൃക്സാക്ഷി. പ്രസാദും ശ്രീജയും വിവാഹിതരായ ശേഷം ആലപ്പുഴയിൽ നിന്നും കാസർഗോഡ് എത്തുന്നു. അവരുടെ ഒരു ദിവസത്തെ KSRTC ബസ് യാത്രയിൽ നിന്നുമാണ് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും കഥ പറഞ്ഞു തുടങ്ങുന്നത്. ആ ബസ്സിൽ നടക്കുന്ന ഒരു മോഷണം, മോഷ്ടിക്കപ്പെട്ട വസ്തു, മോഷ്ടാവ്, ദൃക്സാക്ഷി, പിന്നെ നേരെ കേസുമായി പോലീസ് സ്റ്റേഷനിലേക്ക്. ബാക്കി സിനിമ പറയും. പ്രസാദായി സുരാജ് വെഞ്ഞാറമൂട്, ശ്രീജയായി പുതുമുഖം നിമിഷ, കള്ളൻ പ്രസാദായി ഫഹദ് എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തിയത്. ഇവരെ കൂടാതെ പോലീസുകാരിൽ പ്രധാനിയായി അലൻസിയറും, അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയി പോലീസുകാരിൽ അഭിനയിച്ചവരിൽ ഏറെയും ശരിക്കും പോലീസുകാർ തന്നെയാണ് എന്നതാണ്. കള്ളന്മാർ മലയാള സിനിമയിൽ ഒരുപാട് വന്നിട്ടുണ്ട്. പലതും നമുക്ക് മറക്കാനാവാത്തതുമാണ്. പത്മരാജന്റെ കള്ളൻ പവിത്രൻ, സത്യനന്ദിക്കാടിന്റെ കളിക്കളത്തിലെ കള്ളൻ, അങ്ങനെ ലാൽ ജോസിന്റെ മീശ മാധവൻ വരെ ഒരുപാട് കള്ളന്മാർ തിയേറ്റർ കാഴ്ചകളിൽ പ്രിയങ്കരായി മാറിയിട്ടുണ്ട്. ഈ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കള്ളനും ഒരു പ്രധാന കഥാപാത്രമാണ്. സിനിമ കണ്ട ഓരോ പ്രേക്ഷകനും ഇഷ്ടപ്പെടുന്ന കള്ളൻ കഥാപാത്രമാക്കി മാറ്റുന്നതിൽ സംസാരം കൊണ്ടും ചിരി കൊണ്ടും ഫഹദിന് സാധിച്ചിട്ടുണ്ട്. നായകൻ എന്നതിൽ നിന്ന് മാറി നായകരാണ് ഈ സിനിമയിൽ. പ്രണയിച്ച് നടക്കുന്ന കാലവും പ്രതിസന്ധികൾക്കിടയിലെ നിസ്സഹായതയും കണ്ടെത്താനുള്ള ആവേശവും അങ്ങനെ വിവിധ തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കഥാപാത്രമാണ് സുരാജിൻ്റേത്. സുരാജ് തൻ്റെ വേഷം ഗംഭീരമാക്കിയപ്പോൾ കട്ടയ്ക്ക് നിൽക്കാൻ അലൻസിയറുമുണ്ട്. പോലീസ് സ്റ്റേഷൻ കാഴ്ചകൾ ഒരേ സമയം ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ആസ്വാദികരമാക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം വളരെ വലിയ പ്രാധാന്യം തന്നെ വഹിച്ചിട്ടുണ്ട്. പുതുമുഖം നിമിഷയും തൻ്റെ കഥാപാത്രത്തെ ഭംഗിയാക്കിയിട്ടുണ്ട്. സിനിമാറ്റിക് എലമെൻറ്റുകളെ അധികം കൂട്ടിച്ചേർക്കാതെ റിയലിസ്റ്റിക് പശ്ചാത്തലത്തിൽ നിന്നുമാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. സജീവ് പാഴൂരിൻ്റെ തിരക്കഥ സിനിമയുടെ താളം ഒരു തരത്തിലും നഷ്ടപ്പെട്ടു പോകാതെ ഒരുക്കിയതാണ്. ഗാനങ്ങൾ മികച്ചതായിരുന്നു. അധികം ബഹളമില്ലാതെ നീങ്ങുന്ന പശ്ചാത്തലത്തിൽ ഇടയ്ക്ക് ത്രില്ലർ സ്വഭാവം കൈവരിക്കുന്ന നേരത്ത് നല്ല കിടിലൻ പശ്ചാത്തല സംഗീതവും ചിത്രത്തിൻ്റെ മാറ്റുകൂട്ടുന്നു. രാജീവ് രവി ഒപ്പിയെടുത്ത കാഴ്ചകൾ മികച്ച പശ്ചാത്തലം ഒരുക്കിയപ്പോൾ പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ തന്നെ അനുഭവവേദ്യമാവുന്ന രീതിയിൽ കിടിലൻ 2-3 ഷോട്ടുകളുമുണ്ട്. കാസർഗോഡ് പശ്ചാത്തലമായാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അതിൽ തന്നെ പൂർണ്ണമായും പോലീസ് സ്റ്റേഷനിലാണ് കഥ നടക്കുന്നത്. പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു ഉത്സവവും അവിടെ കാണിക്കുന്നുണ്ട്. കാസർഗോഡിൻ്റെ ഉത്സവത്തിലേക്കും ഉത്സവ കാഴ്ചകളിലേക്കും അധികം പോകുന്നില്ലെങ്കിലും മലബാർ മേഖലയിലുള്ള കോൽക്കളിയൊക്കെ നല്ല രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. കഥാപാത്രങ്ങൾ മിക്കവരും കണ്ണൂർ കാസർഗോഡ് മിക്സർ ഭാഷയാണ് സംസാരിക്കുന്നത്. ആക്ഷൻ ഹീറോ ബിജുവിന് ശേഷം പോലീസ് സ്റ്റേഷൻ കാഴ്ചകൾ വളരെ നന്നായി തന്നെ ചിത്രം പറയുന്നുണ്ട്. മൊഴിയെടുക്കലും കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ചെയ്യുന്ന കാര്യങ്ങളും പേരെടുക്കാൻ ശ്രമിക്കലും ഒക്കെ. ഈ സിനിമകളിലൊക്കെ അഭിനയിച്ച എല്ലാ പോലീസുകാർക്കും ഒരു നിറഞ്ഞ കയ്യടി. രണ്ടാമത്തെ വരവിലും ദിലീഷ് പോത്തൻ പ്രതീക്ഷയെ സാധൂകരിച്ചിട്ടുണ്ട്. മഹേഷിൻ്റെ പ്രതികാരം പോലെ ഒരു സിനിമയല്ല ഇത്. അങ്ങനെ തന്നെ ഒരു സിനിമ ചെയ്യുന്നതിൽ കാര്യമില്ലല്ലോ. റിയലിസ്റ്റിക് മോഡിൽ കഥ പറയുന്ന ഒരു സിനിമയാണിത്. അഭിനേതാക്കളുടെ മികച്ച പ്രകടനവും ടെക്നീഷ്യൻസിൻ്റെ നല്ല വർക്കുമുള്ള ചിത്രത്തിൽ ക്രിയേറ്റീവ് ഡയറക്ടറായി ശ്യാം പുഷ്കരനുമുണ്ട്. ആദ്യ പകുതിയിൽ അല്പം ലാഗ് അനുഭവപ്പെട്ടെങ്കിലും അവസാനത്തോട് അടുക്കും തോറും സിനിമ കൂടുതൽ അടുക്കുന്നുണ്ട് പ്രേക്ഷകനോടും. സുരാജിൻ്റെയും ഫഹദിൻ്റെയും കട്ടയ്ക്ക് നിൽക്കുന്ന പ്രകടനങ്ങൾ, രാജീവ് രവിയുടെ മികച്ച ക്യാമറ കാഴ്ചകൾ, നല്ല റിയലിസ്റ്റിക് മൂഡ് നിലനിർത്തി ദിലീഷ് പോത്തൻ്റെ സംവിധാനം, തീർച്ചയായും കൈയടിച്ച് തന്നെ ആസ്വദിക്കേണ്ട സിനിമയാണ് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും. ഈ ചിത്രത്തിന് ഞാൻ നൽകുന്ന റേറ്റിംഗ് 8/10. പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.